കാട്ടിൽ എല്ലാ മൃഗങ്ങളും കാലുകുറുക്കൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അവൻ എപ്പോഴും എല്ലാവരുടെയും ഭക്ഷണം മോഷ്ടിക്കും. ചിലപ്പോൾ ഏഷണി കൂട്ടി മൃഗങ്ങൾക്കിടയിൽ വഴക്കും ഉണ്ടാക്കിപ്പിക്കും. അവന്റെ ഈ പ്രവർത്തികൾ കാരണം പൊറുതിമുട്ടി ഷേർഖാൻ അവനെ സഭയിലേക്ക് വിളിപ്പിച്ചു. കാലുകുറുക്ക, ഈ മാസം ഒരുപാട് പരാതി നിന്നെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അതേ ഷേർഖാൻ, ഇപ്പോൾ പറയൂ, ഇവനാണോ ഈ കാട്ടിൽ വേണ്ടത് അതോ ഞങ്ങളോ? കാലുകുറുക്ക, നീ അടുത്ത 1 വർഷത്തേക്കിന് ഈ കാട്ടിൽ കാലുകുത്തരുത്. ഇത് കേട്ട് കുറുക്കന്റെ കണ്ണുകൾ വലുതായി. വൈകുന്നേരത്തിന് മുൻപ് തന്നെ കുറുക്കൻ കാട്ടിൽ നിന്നും പുറത്തുപോയി. അപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും പൂന്തോട്ടത്തിൽ നല്ല കാലാവസ്ഥ ആസ്വദിക്കുകയായിരുന്നു. മിൻകുക്കൊക്കും ടീനു പക്ഷിയും എപ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ്. അവർ പൂന്തോട്ടത്തിന്റെ നടുക്ക് എന്തോ കണ്ടു. അയ്യോ, അവിടെ എന്താ അത് പെട്ടെന്ന്? വാ, നമുക്ക് പോയി നോക്കാം. അവരുടെ വാക്ക് കേട്ട് എല്ലാ മൃഗങ്ങളും ആ വലിയ കാര്യം എന്താണെന്ന് നോക്കാൻ പോയി. അവരവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വലിയ മുട്ട കിടക്കുന്നു. എന്റെ ദൈവമേ, ഇത്രയും വലിയ മുട്ടയോ? ഇതൊരു അത്ഭുത വാർത്തയാണല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ ഷേർഖാനെ വിളിച്ചുകൊണ്ടുവരാം. മോണ്ടുകുരങ്ങൻ അപ്പോഴേക്കും ഷേർഖാനെ വിളിച്ച് അവിടെ എത്തിയിരുന്നു. ഇത് ആരുടെ മുട്ടയാണെന്ന് പറയാൻ പ്രയാസമാണ്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. പറയൂ ഷേർഖാൻ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ ഈ മുട്ട ഓരോ രാത്രിയും ഓരോരുത്തരുടെ വീട്ടിലും വയ്ക്കാം. ഈ മുട്ട എല്ലാവരും ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. എന്നാണോ ഈ മുട്ട പൊട്ടി അതിൽ നിന്നും കുട്ടി വെളിയിൽ വരുന്നത്, അപ്പോൾ മനസ്സിലാക്കാം ഈ കുട്ടി ആരുടേതാണെന്ന്. ശരി ഷേർഖാൻ. ഷേർഖാൻ മോണ്ടുകുരങ്ങന്റെ കയ്യിൽ ആ മുട്ട കരടിയുടെ ഗുഹയിൽ കൊണ്ടുപോയി വെക്കാൻ കൊടുത്തുവിട്ടു. അവിടെ കരടി അവന്റെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് രുചിയുള്ള മാംസം, നല്ല രുചി. കരടി കുറച്ച് മാംസം കഴിച്ച് സുഖമായി കിടന്നുറങ്ങാൻ തുടങ്ങി. രാവിലെ അവന്റെ കണ്ണു തുറന്നപ്പോൾ അവന്റെ മാംസം മാഞ്ഞുപോയത് അവൻ ശ്രദ്ധിച്ചു. അവൻ ഞെട്ടിപ്പോയി. അയ്യോ 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 അയ്യോ, ഇതെന്താ സംഭവം? എന്റെ മാംസത്തിന്റെ കഷ്ണം എവിടെ പോയി? അപ്പോൾ പെട്ടെന്ന് മോണ്ടുകുരങ്ങൻ അവിടേക്ക് വന്നു. കരടി, ഇന്ന് മുട്ട നിന്റെ അടുത്തായിരുന്നല്ലോ. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ, മുട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ എന്റെ ഭക്ഷണമെല്ലാം മാഞ്ഞുപോയി. അയ്യോ, നീ അതെല്ലാം തന്നെ തിന്നു തീർത്തതായിരിക്കും. അല്ലാതെ ഭക്ഷണം എങ്ങനെയാ കാണാതെ പോകുന്നത്? ഇങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങൻ ആ മുട്ടയും എടുത്തുകൊണ്ട് നേരെ ഷേർഖാന്റെ അടുത്തേക്ക് പോയി. ഇന്ന് രാത്രി ഈ മുട്ട മുയലിന്റെ അടുത്തിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം അങ്ങ് പറയുന്നത് പോലെ ഷേർഖാൻ. മോണ്ടുകുരങ്ങൻ മുട്ട മുയലിന്റെ ഗുഹയിൽ വെച്ചു. മുയൽ അന്ന് രാത്രി തനിക്ക് വേണ്ടി ഒരുപാട് ക്യാരറ്റുകൾ കൊണ്ടുവന്നിരുന്നു. അവൻ 3 ക്യാരറ്റ് കഴിച്ചു. ബാക്കിയുള്ളത് ഗുഹയിൽ തന്നെ വെച്ച് ഉറങ്ങി. രാവിലെ മോണ്ടുകുരങ്ങൻ മുയലിന്റെ വീട്ടിലെത്തിയപ്പോൾ മുയൽ അവിടെ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. ആ മുട്ടയും അവന്റെ അടുത്ത് സുരക്ഷിതമായി തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മുയലെ, എഴുന്നേക്ക്. ഇപ്പോഴും ഉറങ്ങുകയാണോ? നോക്ക്, രാവിലെയായി. മുയൽ ഉണർന്നപ്പോൾ മോണ്ടുകുരങ്ങൻ തന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. ഓഹോ മോണ്ടുകുരങ്ങ, നീ അതിരാവിലെ തന്നെ ഇങ്ങെത്തിയോ? ഈ മുട്ടയുടെ ഡ്യൂട്ടി എനിക്കാണല്ലോ. എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് ഷേർഖാന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. മോണ്ടുകുരങ്ങൻ ആ മുട്ട പൊക്കി. പെട്ടെന്ന് മുയൽ പരിഭ്രാന്തനായി. അയ്യോ, എന്റെ ക്യാരറ്റൊക്കെ എവിടെ പോയി? നിന്റെ ക്യാരറ്റൊക്കെ നീ സമാധാനമായിട്ട് കണ്ടെത്ത് കേട്ടോ. ഞാൻ പോകുക. മോണ്ടുകുരങ്ങൻ പിന്നെയും മുട്ടയും എടുത്തുകൊണ്ട് ഷേർഖാന്റെ അടുത്തേക്ക് പോയി. ഇത്തവണ മുട്ട കരിമ്പുലിയുടെ ഗുഹയിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഇത്തവണയും കരിമ്പുലിയുടെ ഭക്ഷണവും ഗുഹയിൽ നിന്നും കാണാതെയായി. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്നറിയാൻ എല്ലാവരും ഈ കാര്യം ഷേർഖാന്റെ ചെവിയിൽ എത്തിച്ചു. നിങ്ങൾ പറഞ്ഞു വരുന്നത് ആരുടെയൊക്കെ വീട്ടിലാണോ ഈ മുട്ട കൊണ്ട് വെക്കുന്നത്
അവിടെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണാതെയാകുമെന്നല്ലേ? അതെ ഷേർഖാൻ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഈ മുട്ടയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഇന്ന് ഇത് ഇവിടെ തന്നെ വിട്ടേക്ക്. ഇന്ന് രാത്രി എന്റെ ഗുഹയിൽ ഇത് വെച്ചേക്കാം. രാത്രി മുഴുവനും ഇത് നിരീക്ഷിക്കാം. അങ്ങനെ നമുക്ക് കണ്ടെത്താം. എല്ലാ മൃഗങ്ങളും ആ മുട്ട ഷേർഖാന്റെ ഗുഹയുടെ വെളിയിൽ വെച്ച് അവർ മടങ്ങിപ്പോയി. രാത്രിയായപ്പോൾ മോണ്ടുകുരങ്ങനും ആ മുട്ടയെടുത്ത് ഷേർഖാന്റെ ഗുഹയ്ക്കകത്ത് വെച്ചു. ഷേർഖാന്റെ മുൻപിൽ കരടി, ചെന്നായ, പിന്നെ ആനയും ഗുഹയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷേർഖാൻ സുഖമായി ഉറങ്ങി. പിന്നെ ഇവർ മൂന്നുപേരും കാവൽ നിന്നു. സമയം പാതിരാത്രിയായപ്പോൾ 3 പേരും കണ്ടു ആ മുട്ട അപ്പോൾ അനങ്ങുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് നോക്കൂ. അപ്പോൾ മുട്ട എങ്ങനെ പിളർന്നെന്നാൽ എന്തോ വെച്ച് മുറിച്ചതുപോലെ പെട്ടെന്ന് പൊട്ടി. അതിന്റെ അകത്തു നിന്നും ഒരു കൊക്കും വെളിയിൽ വന്നു. എടാ കൊക്കെ, നീയോ? പെട്ടെന്ന് ഷേർഖാനും ഉണർന്നു. നിങ്കുക്കൊക്കെ, ഇതൊക്കെ എന്താണ്? ഷേർഖാൻ, ഞാൻ കഠിനാധ്വാനം ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ മുട്ടയിൽ കയറിയിരുന്നത്. രാത്രിയാകുമ്പോൾ ഇതിന്റെ അകത്തു നിന്നും വെളിയിൽ വന്ന് ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ച് ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ പോകും. എന്നാൽ ഇന്ന് രാത്രി ഈ മുട്ടയിൽ നിങ്ങൾ നിരീക്ഷിച്ചു നിന്നു. അങ്ങനെ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു. ഇതിന്റെ ശിക്ഷ നിനക്ക് ഉറപ്പായും കിട്ടും കൊക്കെ. നിന്നെ 10 ദിവസത്തേക്ക് കൂട്ടിലടച്ചിടാൻ ഞാൻ ഉത്തരവിടുന്നു. ഈ ശിക്ഷ കേട്ട് കൊക്ക് മിണ്ടാതെ നിന്നു. രാവിലെയായപ്പോൾ എല്ലാ മൃഗങ്ങളും ഗുഹയ്ക്ക് മുൻപിൽ ഒത്തുകൂടി. അടുത്തൊരു കൂടുമുണ്ടായിരുന്നു. മോണ്ടുകുരങ്ങനും അടുത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. കൊക്കിനെ ഈ കൂട്ടിൽ അടച്ചിടുക. ആ സമയം കൊക്ക് ഒന്നും തന്നെ മിണ്ടിയില്ല. അത് ഷേർഖാന് വളരെ വ്യത്യസ്തമായി തോന്നി. കൊക്കിനെ വീണ്ടും കൂട്ടിലടച്ച ശേഷം എല്ലാ മൃഗങ്ങളും അവിടെ നിന്നും പോയി. അപ്പോൾ ഒരു മിനിറ്റ്. എല്ലാവരും നിന്നു. പിന്നെ ഷേർഖാന് നേരെ നോക്കി. ഷേർഖാൻ കൂടിനടുത്തേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, കൊക്കെ, നീ പറഞ്ഞത് നിനക്ക് അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും. എന്നാൽ നീ ഒരിക്കലും ഒന്നും ഒറ്റയ്ക്ക് തിന്നിട്ടില്ലല്ലോ. എപ്പോഴും നിന്റെ സുഹൃത്ത് ടീനു പക്ഷിയോടൊപ്പമല്ലേ നീ കഴിക്കുന്നത്? ശരിയാണല്ലോ കൊക്കെ, ടീനും ഇവനോടൊപ്പമാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. കൊക്കെ, പറയൂ, ടീനു എവിടെയാണ്? അവൾ എന്തുകൊണ്ടാ നിന്റെ കൂടെ ഈ മുട്ടയിലില്ലാത്തത്? അപ്പോൾ കൊക്കിന്റെ മുഖത്ത് ഒരു പേടിയുടെ ഭാവം വരാൻ തുടങ്ങി. അവൻ തന്റെ മൗനവും വെടിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഞാൻ താങ്കളുടെ ഗുഹയുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ സമയം ഞാൻ ഈ മുട്ടയ്ക്കകത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. എല്ലാവരും ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. മുട്ടയിൽ നിന്നും വെളിയിൽ വരാൻ ഇതാണ് ശരിയായ സമയം. പെട്ടെന്ന് ആ മുട്ട പിളർന്നു. കുറുക്കനും അതിന്റെ അകത്തു നിന്ന് പുറത്തു വന്നു. അവൻ ഞാൻ മുൻപിൽ നിൽക്കുന്നത് കണ്ട് പേടിച്ചു. എടാ കൊക്കെ, നീയോ? അതെ, ഞാനാ. ഞാൻ ടീനുവിനെ ഇവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ നിന്നെക്കുറിച്ചുള്ള സത്യം എനിക്ക് മനസ്സിലായി. നീ കണ്ടോ? നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ കാട് മുഴുവനും അറിയിക്കും. ശരി, നീ പോയി പറ. എന്നാൽ നീ ടീനുവിനെ ഇനി ഒരിക്കലും കാണില്ല. കാരണം ഞാൻ അവളെ ഒരു സ്ഥലത്ത് കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അവളെ നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യേണ്ടി വരും. അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞാൻ ഈ മുട്ടയ്ക്കുള്ളിൽ ഒളിച്ചു. അവൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും എന്റെ തലയിലാക്കി. അപ്പോൾ ടീനു പക്ഷി അവിടേക്ക് പറന്നു വന്നു. ഷേർഖാൻ, താങ്കൾ എന്തിനാ കൊക്കിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ ടീനു, നീയോ? ഞാൻ തന്നെ മിങ്കു. ഞാൻ ഇന്നലെ രാവിലെ എന്റെ അടുത്തുള്ളൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയതാ. നീ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ ഉണർത്താനായി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോയി. ഇതിന്റെയൊക്കെ അർത്ഥം ആ കുറുക്കൻ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ കൊണ്ടിത് ചെയ്യിച്ചതാണ്. ശരി, ഇനി ഞാൻ അവന്റെ അടുത്തേക്ക് പോകാം. വൈകുന്നേരമായപ്പോൾ കൊക്ക് കൂട്ടിൽ തനിച്ചായിരുന്നു. അപ്പോൾ കുറുക്കൻ അവന്റെ അടുത്തേക്ക് വന്നു. ഓഹോ കൊക്കേ, കൂട്ടിനകത്തായപ്പോൾ എങ്ങനെയുണ്ട്? കുറുക്ക, നീ വേഗം ടീനുവിനെ ഇവിടേക്ക് കൊണ്ടുവാ. ഇത്രയും നേരത്തെ എന്തിനാ? കുറുക്ക, നീ എന്താണ് പറഞ്ഞത്? ഷേർഖാൻ. ഷേർഖാന്റെ ശബ്ദം കേട്ട് അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ എല്ലാ മൃഗങ്ങളും പക്ഷികളും ദേഷ്യത്തിൽ അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. നീ ചെയ്ത തെറ്റുകൾ കൊക്കിന്റെ തലയിലാക്കി മാറ്റി രക്ഷപ്പെടാൻ നോക്കുന്നു. നീ കണ്ടോ നിനക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന്? മോണ്ടുകുരങ്ങാ. മോണ്ടുകുരങ്ങൻ കൂട്ടിൽ നിന്നും കൊക്കിനെ പുറത്തിറക്കി. പിന്നെ കുറുക്കനെ അതിൽ പിടിച്ചിട്ടു. വേണ്ട ഷേർഖാൻ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല.
നിനക്ക് ഈ സ്ഥലമാണ് ബെസ്റ്റ്. എന്താ കുറുക്ക, എങ്ങനെയുണ്ട് നീയും കൂട്ടിനകത്തായപ്പോൾ? ഈ ചോദ്യം കേട്ട് കുറുക്കൻ തന്റെ തല താഴ്ത്തിയിട്ടു. എല്ലാ മൃഗങ്ങളും അപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.